തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്. അവിടെ ഇന്നലെ ഉച്ചയോടെയൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് തരത്തിലായിരുന്നു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളുമെന്ന്. ഇപ്പോൾ അവിടെ കല്ലറ പൊളിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് താൽക്കാലികമായി ജില്ലാ ഭരണകൂടം പിന്മാറിയിരുന്നു. ആ പിന്മാറ്റത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് എങ്ങനെ കടക്കണമെന്നുള്ള കാര്യത്തിലൊക്കെ ജില്ലാ ഭരണകൂടം ഇന്നായിരിക്കും തീരുമാനമെടുക്കുക. കൂടുതൽ ശക്തമായ ഫോഴ്സിനെ ഉപയോഗിച്ച് അവിടെ കല്ലറ പൊളിക്കാനാണ് അവരുടെ തീരുമാനം. കല്ലറ പൊളിച്ചാൽ മാത്രമേ അവിടെ നിന്ന് മൃതദേഹം ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എ വി ജയശങ്കറാണ് ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി നമ്മോടൊപ്പം ചെയ്യുന്നത്. ജയ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? അതിൽ ഈ കല്ലറ പൊളിക്കാനുള്ള തീരുമാനം അത് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ ജില്ലാ ഭരണകൂടം? എങ്കിൽ അതെങ്ങനെ സാധ്യമാകും? ഒപ്പം തന്നെ ഈ മരണം സംഭവിച്ച ദിവസങ്ങൾക്ക് ശേഷം ഒരു പോസ്റ്ററിലൂടെയാണ് നാട്ടുകാർ ഈ മരണത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ മുതൽ തുടങ്ങിയ ദുരൂഹത അത് എന്ന് അതിന്റെ ദുരൂഹതകൾ മാറും? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് പ്രവിത. എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതകളാണ് തുടക്കം മുതൽ ഉണ്ടാകുന്നത്. നാട്ടുകാരുൾപ്പെടെ വലിയ തോതിൽ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് പോലും അറിഞ്ഞില്ലെന്ന വാദഗതികളായി എത്തി. കഴിഞ്ഞ ദിവസം പോലീസും ജില്ലാ ഭരണകൂടവും ഈ കല്ലറ പൊളിക്കാൻ എത്തിയപ്പോൾ നാടകീയ സംഭവങ്ങളാണ് വീട്ടിലുണ്ടായത്. എന്തായാലും ഇന്ന് ഈ കല്ലറ പൊളിക്കുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഒരു അന്തിമ തീരുമാനമെടുക്കും. ഇന്ന് തീരുമാനമെടുത്ത് നാളെയോ മറ്റന്നാളോ ഈ കല്ലറ പൊളിക്കാനാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഗോപൻ സ്വാമിയുടെ മക്കളെയും ഭാര്യയും ഉൾപ്പെടെ വിളിച്ചിരുത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ജില്ലാ ഭരണകൂടം പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നോട്ടീസ് നൽകാൻ ഉൾപ്പെടെയുള്ള നിയമപരമായ ബാധ്യത ജില്ലാ ഭരണകൂടത്തിനില്ല. ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ കല്ലറ പൊളിക്കാൻ സബ് കളക്ടർക്ക് പോലീസിന് നിർദ്ദേശം നൽകാം. പക്ഷേ നിലവിൽ ഇത് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് മാത്രമാണ് ജില്ലാ ഭരണകൂടം പെട്ടെന്നൊരു നടപടിയിലേക്ക് കിടക്കാത്തത്. ഇന്നലെ കുടുംബത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കുടുംബത്തോട് വിശദീകരിച്ചതാണ്. ഇന്നെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു കൂടിയാലോചനയ്ക്ക് ശേഷം എങ്ങനെ വേണം ഓപ്പറേഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ എത്തിയതിനു ശേഷമായിരിക്കും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. ഒപ്പം തന്നെ കുടുംബത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രതിഷേധമെത്തിയ ഹൈന്ദവ സംഘടനകളെയും കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ശ്രമം. ഒരു ഔദ്യോഗിക ചർച്ചയൊന്നും വിളിച്ചിട്ടില്ലെങ്കിൽ പോലും കാര്യങ്ങൾ കുടുംബത്തെ ബോധിപ്പിക്കും. ഇത് അവരെ സംബന്ധിച്ചൊരു വൈകാരിക വിഷയമെന്ന തരത്തിൽ പൊതുവായി ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ പരിഗണിക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് കൃത്യമായി പ്രദേശത്ത് മറ്റാളുകൾ കൂടുന്നതിനും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുടുംബം കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും കല്ലറ പൊളിക്കുക എന്ന കാര്യത്തിലേക്ക് നടക്കുക. എന്തായാലും നിയമപരമായി പോലീസിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളില്ല. കാരണം ഇതിന്റെ ഉള്ളിൽ ഒരു മൃതശരീരം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് ഉറപ്പിക്കണം. അതിനുശേഷം മൃതശരീരം ഉണ്ടെങ്കിൽ അത് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണം. ഇങ്ങനെ ഒരു കൊലപാതകവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ ഒരു ആക്ഷേപമെല്ലാം നാട്ടുകാർ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അതിലെല്ലാം തന്നെ ദൂരീകരണം നടത്തേണ്ടത് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ലോ എൻഫോഴ്സ്മെന്റ് എന്ന് തന്നെയാണ് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിലവിലെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടിയാലോചനയ്ക്ക് ശേഷം അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. എന്തായാലും പ്രദേശം പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. മറ്റ് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് നിലവിൽ പോലീസും ജില്ലാ ഭരണകൂടവും ശ്രമിക്കുന്നത്. പ്രജിൻ ആൻഡ് പ്രവിത.